ഞാനിന്ന് പറയാൻ പോകുന്നത് കുറ്റിക്കുരുമുളക് കൃഷിനെ പറ്റിയാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് കവറിൽ ചുറ്റുകാട്ട് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുക. അതുപോലത്തെ ഈ പടർന്നു പോണ ഈ വള്ളിയിൽ നിന്ന് ഈ കണ്ണിയെടുക്കുക. ഈ കണ്ണിയിൽ നിന്ന് ഈ കഷ്ണം മേടിക്കുക. ഈ കണ്ണി അതിൽ ഉപയോഗിക്കുക. കുറ്റിക്കുരുമുളക് ഉപയോഗിക്കുന്ന വള്ളിയാണിത്. ഇതിങ്ങനെ ഇതുപോലത്തെ വള്ളിയാണ്. കണ്ണിയായിട്ട് കിട്ടുന്നത്. അത് മുറിച്ചിട്ടാണ് കവറിലുണ്ടത്. അതുപോലത്തെ കണ്ണികൾ കണ്ടില്ലേ, ഇതുണ്ടാവും. ഇങ്ങനെ മുറിച്ച് കൊള്ളുന്ന കണ്ണികളാണിത്. ഈ കവറിൽ കൊള്ളുന്നതില്ല. ഇതുപോലത്തെ വന്നിട്ട് കണ്ടില്ലേ, ഇതുകൊണ്ടിപ്പോൾ 2 ഉണ്ടാക്കാം. ഈ കണ്ണിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്യുക. ഈ കഷ്ണം ഒന്ന് വെക്കുക, ഈ കഷ്ണം ഒന്ന് വെക്കുക. കണ്ടില്ലേ ആ സംഭവം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മണ്ണ് ശരിയാക്കണം. ഈ മണ്ണ് തരിച്ച മണ്ണാണിത്. തരിച്ച മണ്ണ്, ഇതിൽ ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ്, അല്പം ചുണ്ണാമ്പ് പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലത്തെ കവർ മേടിക്കുക. ഇതുപോലത്തെ കവർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് 3 രൂപ ഒരു കവറിന് വില വരുള്ളൂ. അങ്ങനത്തെ കവറുകൾ വാങ്ങിച്ചിട്ട് അതിൽ ഇതുപോലെ നിർത്തി പിടിച്ചിട്ട് ഈ മണ്ണ് ഇതിലേക്ക് നിറക്കുക. നിറച്ചിട്ട് ആദ്യം പകുതി നിറക്കുക. ഈ കവറിൻ്റെ പകുതി നിറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഹാഫ് മുറിച്ചിട്ട് ഇതിൽ വെക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത് അതിൽ മണ്ണ് നിറക്കുക. ഈ മണ്ണ് അതിൽ ഇട്ടെടുക്കുക. ഇട്ടതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കണ്ണികൾ കട്ട് ചെയ്ത് കൊണ്ടുവരിക. കട്ട് ചെയ്ത് കഷ്ണം ഈ വേരുള്ള ഭാഗം നോക്കിയിട്ട് വേര് പൊട്ടാനുള്ള, അതിനാണ് വേര് പൊട്ടുക. അങ്ങനെ കൊടുത്തിട്ട് എന്നിട്ട് എന്താ ഈ കവറിൽ വെക്കുക. ഇതേമാതിരി വെച്ചിട്ട് പിന്നെ അതിൽ മണ്ണിട്ട് വെക്കുക. അല്ലേ, അതുപോലെ ഓരോരോ മുള സെൻറ്ററിൽ വെച്ചിട്ട് മണ്ണിടുക. ഇതിങ്ങനെ മണ്ണിടുക. ഇതിൽ വെക്കാനുള്ളതാണ്. ഇതിൽ അതേമാതിരി വെച്ചിട്ട് മണ്ണിട്ട് വെക്കുക. ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. വെച്ച് എന്നിട്ട് ഇതിലേക്ക് മണ്ണിടുക. പിടിച്ചിട്ട് മണ്ണിട്ട് ഇങ്ങനെ മണ്ണിട്ടില്ല. ഈ എല്ലാ ഫുള്ള് കവറിലും നടക്കും. ഇപ്പം ഞാനൊരു കുറച്ച് വെച്ചിട്ടുള്ളൂ. 15 കവറേ അപ്പോൾ വെക്കിടുള്ളൂ. ബാക്കി ഇനി ഒഴിവിനനുസരിച്ച് ചെയ്യാച്ചിട്ടാണ്. എന്നിട്ട് വെച്ചതിന് ശേഷം മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക. മഴ തട്ടാതെ സ്ഥലത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മഴവെള്ളം തട്ടരുത്. പിന്നെ ഒന്ന് ഉണങ്ങുന്ന സമയത്ത് മാത്രം വെള്ളം തൊട്ടാൽ മതി. അല്ലെങ്കിൽ ചീഞ്ഞ് പോകും. അപ്പോൾ ഇനി അത് എപ്പോഴാണ് ഉണങ്ങി വരുന്ന മണ്ണ് ഉണങ്ങുന്ന സമയം നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില ദിവസം ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒന്ന് നനച്ചാൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ ചീഞ്ഞ് പോകും. അങ്ങനെ കുറ്റിക്കുരുമുണ്ടാകും. കുരുമുണ്ടെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടാവും. ഒരു തൈ ഉണ്ടായാൽ തന്നെ ഒരു കൊല്ലത്തിലൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കായ ഉണ്ടാവും. അതുതന്നെ ഒരു ചട്ടിയിലൊരു ഇനി വലുതായതിന് ശേഷം ഞാൻ ചട്ടിക്ക് മാറ്റും. കവർ പൊളിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റും. അപ്പോൾ പിന്നെ അതിൽ ചാണകപ്പൊടിയും ബാക്കി എല്ലാ വളമിട്ടിട്ട് പിന്നെ നനച്ചെടുത്താൽ ഫുള്ളായിട്ട് വലിയ ഇതായിട്ട് വരും. അപ്പോൾ ഒരു 200 ഗ്രാം 250 ഗ്രാമൊക്കെ ഓരോ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇറക്കാൻ കഴിയും. അതാണ് കുറ്റിക്കുരുമുളകിൻ്റെ കൃഷി. ശരി എന്നാൽ അതിൻ്റെ പേര്. അപ്പോൾ ഇതുപോലെ വെച്ച് വെള്ളമൊഴിച്ച് ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ഒഴിച്ച് എല്ലാ കവറിലും വെള്ളം ഒഴിച്ച് ഇതേപോലെ. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വെള്ളം ഒഴിക്കണ്ട. മഴക്കാലമാകുമ്പോൾ നല്ലതായി തണുപ്പുണ്ടാവും. ഇനിയും വെക്കാണ്ട്, ഇനി കുറേ വെക്കാണ്ട്. തൽക്കാലം നിർത്തി വെച്ചിട്ട് കുറച്ചുകൊണ്ട് വെക്കാൻ. ഇനി വെള്ളം ഒഴിച്ചിട്ട്